നമസ്കാരം. സാധാരണയായിട്ട് നമുക്കൊരു ഏജ് കഴിഞ്ഞാൽ വണ്ണം വയ്ക്കുക അല്ലെങ്കിൽ ശരീരത്തിന് ആവശ്യത്തിലധികം ഭാരം വയ്ക്കുക എന്നുള്ളത് വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒന്നാണ്. അത് പലവിധ കാരണങ്ങൾ കൊണ്ടായിരിക്കാം. നമ്മളുടെ എക്സസൈസ് കുറയുന്ന സമയത്തോ അല്ലെങ്കിൽ ചില ഹോർമോൺ വ്യത്യാസങ്ങൾ വരുന്ന സമയത്തോ ഒക്കെ തന്നെ ഈ ഒരു പ്രശ്നം കൂടുതലായിട്ട് കാണപ്പെടാറുണ്ട്. എങ്കിലും ഇത് വളരെ ബോഡി ഷെയ്മിനൊക്കെ ഇരയാവുന്നത് പലപ്പോഴും സ്ത്രീകളാണ്. അപ്പോൾ അവർക്കൊരു പോസ്റ്റ് പാർട്ടം അല്ലെങ്കിൽ ഡെലിവറി കഴിഞ്ഞതിന് ശേഷമൊക്കെയുള്ള വണ്ണം വയ്ക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതൊരു രീതിയിലും അതിനെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു കറക്റ്റ് വെയിറ്റ് അല്ലെങ്കിൽ BMI മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ എപ്പോഴും ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് എക്സസൈസ് തന്നെയാണ്. അപ്പോൾ അതിലും നമുക്ക് നമ്മുടെ ബോഡിക്ക് ഉതകുന്നത് ഏതാണോ അത് കണ്ടെത്താം. അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്നില്ല. അതുപോലെ തന്നെ ഡയറ്റ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഗ്ലൈസെമിക് ഇൻഡെക്സ് കൂടിയിട്ടുള്ള ആഹാര പദാർത്ഥങ്ങൾ പലപ്പോഴും നമ്മൾ കുറയ്ക്കുന്നതോ അല്ലെങ്കിൽ ഒഴിവാക്കുന്നതോ ഒക്കെ തന്നെയായിരിക്കും നല്ലത്. അപ്പോൾ നമ്മൾ മലയാളികളുടെ ശീലം ചോറ് കഴിക്കുന്നതാണ്. അത് സ്കിപ്പ് ചെയ്ത് എന്ത് കഴിക്കാമെന്ന് പലരും ചിന്തിക്കാറുണ്ട്. എപ്പോഴും വേണ്ടത് എണീറ്റാലുടനെ തന്നെ ഒരു ഗ്ലാസ് ല്യൂക്ക് വോം വാട്ടർ അല്ലെങ്കിൽ ഇളം ചൂടുള്ള വെള്ളം, ചൂടുവെള്ളം ഇളം ചൂടുവെള്ളം കുടിക്കുക. ഇത് നമ്മുടെ ബവൽ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ മോഷൻ പോകാനൊക്കെ കറക്റ്റായിട്ട് പോകാൻ അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ പ്രശ്നം മാറ്റാൻ വേണ്ടിയിട്ട് ശരീരത്തിന് ക്ലെൻസ് ചെയ്യാൻ സഹായിക്കുന്ന ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെമഡിയാണ്. അതല്ലെങ്കിൽ നിങ്ങളുടെ മെറ്റബോളിസം നോർമലാക്കാനും ഇതുപോലെയുള്ള ദഹന പ്രക്രിയയൊക്കെ ശരിയാക്കാനും സഹായിക്കുന്നതും ഫാറ്റിനെ കളയാനുള്ളതുമായിട്ടുള്ള ഒട്ടനവധി ഡ്രിങ്കുകൾ, അത് ശരീരത്തെ തണുപ്പിക്കുന്ന രീതിയിൽ നെല്ലിക്ക ജ്യൂസ് അല്ലെങ്കിൽ കക്കിരി വെച്ചിട്ട് തയ്യാറാക്കുന്ന ജ്യൂസ് അല്ലെങ്കിൽ കൊക്കും എന്നുള്ളൊരു ഫ്രൂട്ട് കൊണ്ട് തയ്യാറാക്കുന്ന ജ്യൂസ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ ബോഡി ടൈപ്പിനും അല്ലെങ്കിൽ ഗട്ട് ഹെൽത്തിനും ഓക്കെ എന്ന് തോന്നുന്ന ഒരെണ്ണം സെലക്ട് ചെയ്യാം. ഇനി അതുപോലെ തന്നെ ഇതിന് വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ ചില സപ്ലിമെൻറ്റ്സുകളും ലഭ്യമാണ്. അതിലൊന്നും കൂടി ഞാൻ പരിചയപ്പെടുത്താം. സുനോവയുടെ ബയോസ്ലിം ടാബ്ലറ്റാണ് ഇതിൽ നമുക്ക് പരിചയപ്പെടാനുള്ളത്. ഇത് തന്നെ നമുക്ക് വയറ് കുറയ്ക്കാനും അല്ലെങ്കിൽ ഫാറ്റിനെ കുറയ്ക്കാനും നമ്മുടെ ദഹനം ശരിയാക്കാനും എപ്പോഴും വിശക്കുന്ന ബുദ്ധിമുട്ടുകളൊക്കെ കുറയ്ക്കാനൊക്കെ സഹായിക്കുന്നതാണ്. ഗാസീനിയ കാമ്പോജിയ, നമ്മുടെ കുടംപുളിയും അതുപോലെ ഗ്രീൻ കോഫി ബീനിൻ്റെ എക്സ്ട്രാക്റ്റും പൈപ്പർ നൈഗ്രത്തിൻ്റെ എക്സ്ട്രാക്റ്റും ഒക്കെയാണ് അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇത് ഒരു ദിവസത്തിൽ 2 എണ്ണം, അതായത് രാവിലെയും വൈകിട്ടും ഓരോന്നായിട്ട് നമുക്ക് ഭക്ഷണത്തിന് മുൻപേ ഒരു മണിക്കൂർ മുൻപേ ആയിട്ട് കഴിക്കാം. അതിന് കൂടെ അത്യാവശ്യം ഒരു 250 ml ലൂക്ക് വാം വാട്ടറും കൂടെ കുടിക്കുന്നതാണ് നല്ലത്. അപ്പോൾ അത് നന്നായിട്ട് അതിൻ്റെ അബ്സോർപ്ഷൻ നടക്കാൻ വേണ്ടിയിട്ട് ഒരു 2 ലിറ്റർ വെള്ളമൊക്കെ തന്നെ ദിവസം കുടിക്കുന്നതും അതുപോലെ ലോ ഫാറ്റ് ഡയറ്റ് എക്സസൈസൊക്കെ കൂടെ ചെയ്യുന്നത് ഒരു 3 മാസം വരെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ല റിസൾട്ടായിരിക്കും. പിന്നെ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, ഇത് വാങ്ങിക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. എപ്പോഴും തന്നെ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറിനെ കണ്ട് അഡ്വൈസ് സ്വീകരിച്ചതിന് ശേഷം മാത്രമേ ഇതുപോലുള്ള ഏത് ടാബ്ലറ്റുകളായാലും യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പം ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, താല്പര്യമുള്ളവർക്ക് വാങ്ങിക്കാം. ഇതിൽ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്കും ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും ഒക്കെ ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് ഹോർഡിയം വൾഗാരെ എന്നറിയപ്പെടുന്ന ഒരു ന്യൂട്രീഷണൽ സെറിയലായിട്ടുള്ള ബാർലി എന്നുള്ളത്. ബാർലി സാൻസ്ക്രിറ്റിൽ യവ എന്നുള്ളതാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഇത് തന്നെ നമുക്ക് ഇപ്പം ഡയബറ്റീസ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ നമ്മൾ ചോറ് ഒഴിവാക്കിയാൽ മറ്റെന്ത് കഴിക്കുമെന്ന് ചോദിക്കാറുണ്ട്. വണ്ണം കുറയ്ക്കാനോ അല്ലെങ്കിൽ ഓവർ വെയ്റ്റിനെ കുറയ്ക്കാനോ നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ള അതിനുള്ള ഒരു ബെസ്റ്റ് മീലാണ് ഇതിൻ്റെ തന്നെ ചോറ് രൂപത്തിൽ അല്ലെങ്കിൽ പോറിഡ്ജ് രൂപത്തിൽ തയ്യാറാക്കാം. അല്ലെങ്കിൽ ഡ്രൈഡ് പൗഡറായിട്ട് നമ്മൾ ചപ്പാത്തി പൊടിയൊക്കെ ഉള്ള പോലെ തന്നെ ഇത് പൊടിയായിട്ട് വാങ്ങിക്കാൻ കിട്ടും. അത് ഉപയോഗിച്ച് നമുക്ക് പാൻ കേക്ക് അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ പാൻ കേക്കൊക്കെ തയ്യാറാക്കി കൊടുക്കാം. അല്ലെങ്കിൽ ചപ്പാത്തി പോലുള്ളവയെ ഉപയോഗിക്കാം. ഇത് തന്നെ തിളപ്പിച്ച് കുടിക്കാൻ ഈ ഒരു പൗഡർ ഉപയോഗിക്കാം. പോറിഡ്ജ് രൂപത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാം കഞ്ഞിയായിട്ട്. അപ്പോൾ ആ രൂപത്തിലും കഞ്ഞിവെള്ളം മാത്രമായിട്ട് കുടിക്കുന്നതും ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. പ്രത്യേകിച്ചും നമ്മുടെ ഒരു ഡൈജഷൻ അല്ലെങ്കിൽ ദഹന പ്രക്രിയ ഒന്ന് ശരിയാക്കി എടുക്കാനാണ് ഇത് സഹായകരമായിട്ടുള്ളത്. അപ്പം ഇത്തരം ഡയബറ്റിക് പേഷ്യൻറ്റിന് ബെസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ് ഇതിൻ്റെ കഞ്ഞി വെള്ളമായാലും
ഇത് കുഴമ്പ് രൂപത്തിൽ അല്ലെങ്കിൽ ഒരു കഞ്ഞി രൂപത്തിൽ ഉപയോഗിക്കുന്നതായാലും ഒക്കെ തന്നെ ചപ്പാത്തി ഉപയോഗിക്കാം. ഇങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വെറൈറ്റി ഉണ്ടാക്കി ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ബാർലി ഏതെങ്കിലും രീതിയിൽ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതായിരിക്കും. ഇനിയിപ്പം വെയിറ്റ് ലോസിനുള്ള ഒരു ഡിഷാണ് ഞാൻ ഉദ്ദേശിച്ചത്, അതല്ലെങ്കിൽ നിങ്ങൾക്കത് ഒന്ന് തിളപ്പിച്ച് കുടിക്കുന്നതും ഒക്കെ തന്നെ നല്ലതാണ്. അതുപോലെ ശരീരത്തിൽ ESR പ്രശ്നങ്ങളിലൊക്കെ വ്യത്യാസം വരുമ്പോഴൊക്കെ നമ്മൾ ഡയറ്റിൽ ഇതൊക്കെ പറയാറുള്ളതാണ്. റൈസിനേക്കാൾ ഒത്തിരി ഗ്ലൈസെമിക് ഇൻഡെക്സ് കുറവുള്ള ഒന്നാണ് ബാർലി എന്നുള്ളത്. അതുപോലെ തന്നെ രേചന ആക്ഷൻ ഉള്ളതാണെന്ന് പറയപ്പെടുന്നു. അതായത് നമുക്ക് ലാക്സേറ്റീവ് ആയിട്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന കോൺസ്റ്റിപ്പേഷൻ ആ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ബാർലിയൊക്കെ ശീലമാക്കി കഴിഞ്ഞാൽ ആ പ്രശ്നത്തിന് മരുന്നൊന്നും കൂടാതെ സുഖകരമാക്കി എടുക്കാൻ പറ്റും. എപ്പോഴും ഒന്ന് ബോഡിയെ ക്ലെൻസ് ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ ടോക്സിൻസിനെ റിമൂവ് ചെയ്യാൻ സഹായിക്കുന്ന മാർഗങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ് ഏത് ഫാറ്റ് ഡെപ്പോസിഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ആദ്യം ചെയ്യേണ്ട കാര്യം. അപ്പോൾ ഇതിൽ വയറ് ക്ലീൻ ആക്കുന്ന രീതിയിൽ എന്തൊക്കെ ചെയ്യാം എന്നുള്ള മുൻപ് ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുള്ളതാണ്. റെഫറൻസിന് വേണമെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കാരണം ഈ ഒരു കാര്യം മാത്രമല്ല, ഒത്തിരി കാര്യങ്ങൾ നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അപ്പം അതുപോലെയുള്ള ഫാറ്റ് കൂടിയിട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ നിങ്ങൾക്ക് ധൈര്യപൂർവ്വം ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ പ്രസവം കഴിഞ്ഞിട്ടുള്ള അമ്മമാർക്കാണെങ്കിൽ കുഞ്ഞുങ്ങളൊന്ന് നറിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നല്ല ബലത്തോടെയും ആരോഗ്യത്തോടെ ഇരിക്കാനും അമ്മയ്ക്ക് പാല് കൂടുതലായിട്ട് പ്രൊഡക്ഷൻ നടക്കാനും ഒക്കെ തന്നെ ഇത് സഹായകരമാണ്. അതുപോലെ വർണ്ണസ്ഥൈര്യകരിയാണെന്ന് പറയുന്നുണ്ട്. അതായത് നമ്മുടെ സ്കിൻ കോംപ്ലക്ഷനെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന ഒന്നുകൂടെയാണ്. യവ സ്വാദുരസോ രൂക്ഷോ ബല്യോ വൃഷ്യോ ഹിമോ ഗുരു എന്നുള്ളതും ഈ ബാർലിയെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. നല്ല ശരീരത്തിന് ബലം കൂട്ടാൻ വേണ്ടിയിട്ട്, അതായത് നമുക്കൊരു എനർജി ലെവൽ തരുന്നു കഞ്ഞിവെള്ളമൊക്കെ കുടിക്കുന്നത് പോലെ തന്നെ. എന്ന് വെച്ചത് നമുക്ക് ഫാറ്റിനെ കൂട്ടുന്നില്ല, കാരണം ഗ്ലൈസെമിക് ഇൻഡെക്സ് കുറവാണ് എന്നുള്ളത് കൊണ്ട് തന്നെ. അതുപോലെ വൃഷ്യമായിട്ട് ഞാൻ പറഞ്ഞ പോലെ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിന് സഹായിക്കുന്നുണ്ട്. ഇതുപോലെ ബോഡിക്ക് നല്ല കൂളൻ്റായിട്ട് നമ്മുടെ ശരീരത്തിനെ ആ ഒരു ചൂടിൽ നിന്ന് കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. ബോഡിക്ക് പലപ്പോഴും നമുക്ക് ഹോർമോൺ വ്യതിയാനങ്ങളൊക്കെ വരുമ്പോൾ ബോഡി പലപ്പോഴും ചൂട് കൂടുതലായിരിക്കും, അത് കുറയ്ക്കാൻ വളരെ നല്ല ഒന്നാണ്. മൃദുവർണ്യോ അനഭീഷ്യന്തി കടുഭാഗ കഷായ എന്നുള്ളത് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കോംപ്ലക്ഷനെ ശരിയായിട്ടുള്ള രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ, അതിപ്പോൾ നമ്മുടെ ശരീരത്തിൽ അത്തരം മെറ്റബോളിസം നോർമലാക്കുന്നതും ശരിയായിട്ട് ദഹനമൊക്കെ നടന്ന് ടോക്സിൻസിനെയൊക്കെ പുറന്തള്ളി കഴിഞ്ഞാൽ തന്നെ മൊത്തത്തിൽ ബോഡിയെ ഒന്ന് ക്ലെൻസ് ചെയ്യാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എപ്പോഴും എല്ലാ കോശങ്ങളും നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ സഹായിക്കും. അതുകൊണ്ടും നമ്മുടെ സ്കിന്നിനെ ഹെൽത്തി ആയിട്ട് ഇരുത്താൻ ഇത് സഹായിക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു സ്കിൻ കെയർ അല്ലെങ്കിൽ ഹെൽത്ത് കെയറിൽ നമുക്ക് ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് ബാർലിയെ തീർച്ചയായിട്ടും അതിൽ ഉൾപ്പെടുത്താം. അതിപ്പം ആയുർവേദ സ്റ്റുഡൻസിനൊക്കെ കൂടുതലായിട്ട് അറിയുന്നുണ്ടായിരിക്കും. നമ്മൾ യവത്തിനെ കുറിച്ചിട്ടൊക്കെ ഒത്തിരി കാര്യങ്ങൾ സംഹിതകളിൽ പഠിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു കാര്യം ഏജ് ഗ്രൂപ്പ് ഇല്ലാതെ കുറച്ച് പ്രായമായവർക്കൊക്കെ തന്നെ വളരെ ധൈര്യപൂർവ്വം ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു ന്യൂട്രീഷണൽ സെറിയിലാണ് എന്നുള്ളത് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇത് മാത്രമല്ല, ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷനും കൂടെ ഒന്ന് ചെക്ക് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെ കണ്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്യാൻ മറക്കില്ലല്ലോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നല്ലൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.